നമ്മൾ സ്ക്വാട്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജിം ബോൾ അല്ലെങ്കിൽ സ്വിസ് ബോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. നമ്മൾ പോസ്ചർ കറക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്വിസ് ബോൾ. അപ്പോൾ നമുക്കൊരു സ്വിസ് ബോൾ സ്ക്വാട്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്വിസ് ബോൾ സ്ക്വാട്ടിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണ് ഡംബൽ സ്വിസ് ബോൾ സ്ക്വാട്ട്. സ്വിസ് ബോൾ സ്ക്വാട്ടിൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ അലൈൻഡ് ആയിരിക്കണം. അതായത് നമ്മുടെ ഹെഡ്, നമ്മുടെ ഷോൾഡർ, നമ്മുടെ ഹിപ്പ്, ആങ്കിൾ ആൻഡ് നീ ജോയിൻറ്റ് ഇത് ഒരു ലൈനിലായിരിക്കണം. നമ്മൾ TA റിക്രൂട്ട് ചെയ്ത് വെക്കണം. നോർമൽ നമ്മൾ ഫ്രീ സ്ക്വാട്സിൽ പോയതുപോലെ തന്നെ നമ്മൾ താഴേക്ക് പോകും, മേളിലേക്ക് വരും, താഴേക്ക് പോകും, മേളിലേക്ക് വരും. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ഡംബിൾ ഉണ്ട് കയ്യിൽ. സോ നമ്മൾ ഈ ഡംബിൾ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പതിയെ താഴേക്ക് പോകുന്നു, ഇൻഹെയിൽ ചെയ്ത് താഴെ പോകുന്നു, എക്സെയിൽ ചെയ്ത് മേളിലേക്ക് വരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട പോസ്ചർ സെയിം തന്നെ ആയിരിക്കും, പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്.